ഞങ്ങളുള്ളത് ഞങ്ങളെ ചേച്ചീൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 4 വർഷമായില്ല. ഇന്ന് വരെ ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിൽ പോയില്ല. അപ്പോൾ ചേച്ചി ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾ നാളെ വരാം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ചേച്ചീൻ്റെ വീട്ടിലെത്തി. ചേച്ചീൻ്റെ വീട്ടിൽ അങ്ങനെ തൊട്ടപ്പുറത്തൊരു പുഴ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തന്നെ ചെറിയച്ഛനുണ്ട്. ചെറിയച്ഛന് വല വീശാനൊക്കെ നല്ല എക്സ്പെർട്ടാണ്. ചെറിയച്ഛന് 2 ചെറിയച്ഛന്മാരെ നല്ല ഉഷാറാട്ടോ വല വീശാൻ. അങ്ങനെ ചെറിയച്ഛന് നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന സമയമാണ്. ഇപ്പം മീൻ ഒക്കെ പിടിക്കാന്നുള്ള നല്ല റങ്കിലൊക്കെ നിൽക്കുന്ന ടൈമായിട്ടാണ്. കാരണം എന്താ വെച്ചാൽ മീൻ കിട്ടുമോ കിട്ടില്ല എന്നുള്ളതല്ല, ഏത് മീൻപിടുത്തക്കാർക്കും മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു വല വീശാനും അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകാനും അതിനൊക്കെ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് കേട്ടോ. നമ്മളെ ഈ പിള്ളേർ മോശമൊന്നുമില്ല, നമ്മളും അച്ഛനായിട്ട് പാരമ്പര്യമായിട്ടൊരു പുസലാൻ്റെ മോൻ തന്നെയാണ് ഞാൻ. പക്ഷേ മീൻ പിടുത്തം എന്ന് പറയേണ്ടത് നമുക്ക് ആദ്യകാലങ്ങളിലൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ പിന്നെ ഈ ചളിയും ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ പഴയമാരത്തെ പാടങ്ങളും തോടുകളും നടക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ ആ ചെറിയച്ഛൻ്റെ അനിയനാട്ടോ. ചെറിയച്ഛൻ്റെ അനിയൻ തന്നെ വല വീശലിലൊക്കെ നല്ല ഉഷാറാണ്. മൂപ്പര് കൊണ്ട് വീശിയപ്പോൾ നല്ല ഉഷാറായിട്ട് പരന്ന് പോയിട്ട് വല. പക്ഷേ എത്ര പരന്നിട്ടും കാര്യമില്ല, ആ ഒരു പുഴയിൽ അത്രയും വലിയ പുഴയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മീൻ പോലും ഞങ്ങൾക്ക് അത്രയും വീശിയിട്ട് കിട്ടിയില്ല കേട്ടോ. നമ്മൾ സാധാരണ ചൊക്കിപ്പൂട്ട എന്ന് പറഞ്ഞാൽ ഒരു പൂട്ട പോലും, ഒരു സാധനം പോലും, പരൽ പോലും നമ്മുടെ നാട്ടിലത്തെ പരൽ എന്ന് പറയും, സാധാ ചെറിയ പൊടി മീൻ, അതുപോലും കിട്ടിയില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷമം. ചേച്ചിൻ്റെ കുട്ടികൾ പറഞ്ഞു നല്ല മീനൊക്കെ ഉണ്ട്, എൻ്റെ പുഴയിൽ മീനൊക്കെ കിട്ടലുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ നല്ലൊരു വൈബിൽ ഞാനും പോയി ചെറിയച്ഛന് വല വീശി. അങ്ങനെ ഞാൻ വലയൊക്കെ കുടഞ്ഞു റെഡിയാക്കി. പക്ഷേ എത്ര പരന്ന് വീശിയിട്ട് പോലും ഒറ്റ മീൻ പോലും കിട്ടിയില്ല എന്നുള്ളതാണ് ഭയങ്കര ഹൈലൈറ്റ്. അങ്ങനെ ഈ പുഴയിൽ എന്ത് ചെയ്ത് നമ്മളെ കുട്ടികൾ ആദ്യമോനും ചേച്ചിയുടെ മക്കളൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് ഇറങ്ങിയിട്ട് അവർക്കൊക്കെ പുഴ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ നല്ലൊരു ഫീലിങ്സ് തന്നെയുള്ളവർക്കൊക്കെ വെള്ളം കാണുമ്പോൾ തന്നെ. കുട്ടികൾക്ക് പൊതുവേ വെള്ളം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. ആദ്യമോന് പാർക്കിലൊക്കെ പോകുമ്പോൾ എല്ലായ്പ്പോഴും ഭയങ്കര ഇഷ്ടമാണ് വെള്ളം കാണുന്നതും അതിൽ കളിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളെ 2 കൂട്ടുകാരുണ്ട് കേട്ടോ, ലാലു സിബീഷ് എന്ന് പറയും. കാരണം ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ചെറിയമ്മൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ തന്നെയാണ് അവിടെ എല്ലായിടത്തും പോകാനും വരാനും കമ്പനി അടിച്ച് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചെറുപ്പത്തിലിട്ടാ. ചെറുപ്പത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇനി പറയണ്ടല്ലോ, കാരണം വലുതായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടും പോക്കും കാര്യങ്ങളും വരവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ലാലുവിൻ്റെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവൻ ചേച്ചിയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് വന്നിരുന്നു കേട്ടോ. അവനും അവൻ്റെ ഫാമിലിയും പിന്നെ സിബീഷിൻ്റെ ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയമ്മൻ്റെ വീട്ടിൽ നിന്നും ഒരു ചെറിയച്ഛൻ വലിയച്ഛൻ 3 ആൾക്കാരും മക്കളും പിന്നെ അവരുടെ ഫാമിലിയും മൊത്തത്തിലുണ്ടായിരുന്നു. പിന്നെ പെങ്ങളെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഘം എന്താ വെച്ചാൽ പഴയ കാലത്തെ വീടുണ്ടല്ലോ, ഏറ്റവും പഴയ വീട് തന്നെ അവർ താമസിച്ചിരുന്ന അവരെ തലമുറകളായിട്ട് പിന്തുടരുന്നൊരു വീടാണിത് കേട്ടോ. ഇപ്പോൾ പുതിയ കാലങ്ങളൊക്കെ വന്നതിന് ശേഷം പുതിയ വീടുകൾ കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ കൂടിയതിൻ്റെ ശേഷമുള്ള വീടുകളാണ് ഇപ്പോൾ ഉള്ള എല്ലായിടത്തുള്ളത്. പക്ഷേ ഈ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ തന്നെ 2-3 റൂമുണ്ട്. താഴത്തെ 10-10 റൂം പോലും ഇല്ല. ഒരു 7-7, 6-7 അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയ സിമ്പിൾ, വളരെ സിമ്പിൾ, ഏറ്റവും ചെറിയ ലളിതമായ ഒരു ഫാമിലിക്ക് ചെറിയ കട്ടിലിട്ട് ഒന്നിങ്ങോട്ട് തിങ്ങാൻ ഡോറും കണ്ട് തുറക്കാനോ ഒന്നിനും പറ്റില്ല. ഇപ്പോഴത്തെ നമ്മളെ നിലവിലുള്ള പുതിയ വീടുകളിലെ നമ്മളെ ബാത്റൂം ഉണ്ടല്ലോ, ബാത്റൂമിൻ്റെനേക്കാളും ഇത്തിരി വലിപ്പമുണ്ടെന്നേ ഉള്ളൂ. മറ്റേ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയണൊക്കെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത്രയേക്കാളും ഇത്തിരി കൂടെ ഒരു വലിപ്പമുള്ളൂ കേട്ടോ ഈ വീടിൻ്റെ ഒരു റൂമുകൾ എന്ന് പറഞ്ഞാൽ തന്നെ. പിന്നെ എന്താണ് അന്നത്തെ കാലത്ത് 2 ഓണിയുടെ TV വരെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ചേച്ചി അവിടെ ഓൾക്ക് പറമ്പുണ്ടായതുകൊണ്ട് അവിടുന്ന് അടയ്ക്കൊക്കെ പൊളിച്ച് വെച്ച് റൈറ്റ് കൂടുന്ന സമയത്തൊക്കെ കൊടുക്കാന്നുള്ള ലെവലിൽ ചേച്ചി അങ്ങനെ ഒതുക്കി വെച്ചാട്ടോ. അത് ചേച്ചീൻ്റെതാണ്, അളിയനുണ്ട്. അപ്പോൾ ഒരു കൃഷിയായിട്ട് ആദ്യകാലം തൊട്ട് തന്നെ ഓൾക്ക് മറ്റേ കർഷകരായിട്ടുള്ളൊരു ഫാമിലിയാണ് അവരത് മൊത്തത്തിൽ. അച്ഛൻ അങ്ങനെയുള്ള ലെവലിൽ തന്നെ അവർ ഭയങ്കര കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ഒരാളാട്ടോ. നമ്മൾ ഈ റൂമുകളൊക്കെ കാണുമ്പോൾ തന്നെ നോക്കി ഏറ്റവും ചെറിയ റൂം, വളരെ ചെറിയ റൂം കിട്ടാം. മേലേക്കൊക്കെ എപ്പോഴും അതിൻ്റെ മച്ചുണ്ടല്ലോ, നമ്മളെ പഴയ മരം കൊണ്ടുണ്ടാക്കിയ മച്ച്, എന്തൊരു രസമുണ്ടായിരുന്നു കാണാൻ. മരമായിട്ട് ഒരു പോരി കംപ്ലൈൻറ്റ് പോലും അതിനില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളത് 2 വലിയ പത്തായുണ്ട്. ഇവർ ഈ കർഷകരാകുമ്പോൾ പ്രത്യേകിച്ച് പഴയ കാലത്ത് നെല്ലിട്ട് വയ്ക്കാനും ശേഖരിക്കാനും ഇതിനൊക്കെ ആയിട്ടുള്ള 2 പത്തായങ്ങളുണ്ട്. ഞാനവിടെ ചെന്നപ്പോൾ നമ്മൾ ഈ പഴയ കാലത്തെ ഹോണൊക്കെ ഉണ്ടല്ലോ, ബസ്സിമേലും ഇതിമ്മലൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഹോണ്, മറ്റേ റബ്ബറിൻ്റെ ഉള്ള അതൊന്നും ഇല്ല. അപ്പോൾ ഞാനിന്ന് വിളിച്ച് നോക്കിയതാണ്. പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ ചേച്ചീൻ്റെ റൂം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ മേലേക്ക് കൊണ്ടുപോയിട്ടാ. ചേച്ചീൻ്റെ റൂം പറഞ്ഞാൽ ഒരു ചെറിയ റൂം ഇട്ടാ. അന്നത്തെ ആ ഫാൻ അവർ കിടന്നതിൻ്റെ സമയത്ത് തന്നെ ഫാന്, ഷോക്കേസ് അന്നുണ്ട് തന്നെ, പായ എല്ലാം അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ തന്നെ സിറ്റ് ഔട്ടിൽ ഒരു മറ്റേ ഇത് ഇട്ടിട്ടുണ്ട്, സോഫ വരെ ഉണ്ട് കേട്ടോ. അന്നത്തെ വെച്ച എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. വീട് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ഒരു ക്വാളിറ്റിയും തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വീട്. ഇന്നത്തെ വീടിനൊന്നും എവിടെ കിട്ടുന്നത്, എത്ര കിടന്നാലും എവിടെ കിട്ടുന്നത് ഇടനാഴിയാണ് കേട്ടോ. ഭയങ്കര ഒരു ലളിതമായ രീതിയിൽ സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റിയ സിസ്റ്റം ആയിരുന്നു കേട്ടോ അന്ന്. ഇന്നത്തെ പോലെ അത്രയ്ക്കൊരു എന്താ പറയുക ആഡംബരം, നമ്മൾ വീട് കൊണ്ട് പ്രൗഢി കാട്ടുന്ന കാലമൊന്നും അന്നില്ലല്ലോ. അന്ന് ജീവിക്കാനൊരു വീട്, താമസിക്കാനൊരു വീട്, ഒരു കുടുംബത്തിനൊരു വീട്, അങ്ങനെയുള്ള ഉദ്ദേശമല്ലേ അന്നുള്ളൂ. അപ്പോൾ ആ വീട് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കണേ കാണുമ്പോൾ നമുക്ക് ആർക്കായാലും
പഴമയെ നിലനിർത്താൻ കൊതിക്കുന്ന ഏതൊരു വ്യക്തിക്കായാലും ഇതിങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗാണ്. അത്രയ്ക്ക് ഒരു നല്ലൊരു വീട് എന്ന് പറയാം. ഗിൽസും കാര്യങ്ങളും അടിയിലും ഉണ്ട് 4 റൂം, മേലെയുണ്ട് 3 റൂം, അങ്ങനെയൊക്കെ ഉള്ളൊരു വീടാട്ടോ അത്. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ എത്തുമ്പോൾ ആകെ കിടക്കേണ്ട ടി വി എസിൻ്റെ വിക്ടർ എന്ന് പറഞ്ഞ വണ്ടിയാട്ടോ. അളിയനൊക്കെ പഴയ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന വണ്ടിയാട്ടോ. വളരെ ഫേമസ് ആയൊരു വണ്ടിയല്ലേ ടി വി എസ് വിക്ടർ. അങ്ങനെ ചേച്ചി നമുക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. ചേച്ചി അവിടെ ഉണ്ടാക്കിയ വീട്ടിൽ മന്തി ഉണ്ടാക്കിയതിന് ചേച്ചി ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ ഞാനത് ഇതേമാതിരി ഇങ്ങനെ ഒന്ന് എടുത്ത് കൊടുക്കാൻ നിന്നാട്ടോ. അല്ലാതെ വെച്ചിട്ടൊന്നുമില്ല. ചേച്ചി ഉണ്ടാക്കുക എല്ലാ ഭക്ഷണവും നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കുന്ന ആളാണ്. എല്ലാത്തിനും പോകണ ചേച്ചി കടയിലും പോകുന്നുണ്ട്. ചേച്ചി ചെമ്മണ്ണൂരിൻ്റെ മെയിൻ സ്റ്റാഫായിട്ട് ഒരുപാട് കാലമായിട്ട് സീനിയർ സ്റ്റാഫായിട്ട് പെട്ട ഒരാളാണ് ചേച്ചി. അളിയന് പിന്നെ ജോലി നമ്മളെ ഡ്രൈവർ ആയിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. ആദ്യം കല്ലുവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അളിയൻ ജീപ്പ് ഓടിച്ച് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു രസം കേട്ടോ. പിന്നെ അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കണതിൻ്റെ ഇടയിൽ കൂടിയാണ് നമുക്ക് കറുത്തലവും കട്ടൻ ചായയും കിട്ടിയ കേട്ടോ. അതൊരു പ്രത്യേക വൈബ് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കണതിൻ്റെ ഇടയിൽ അങ്ങനെ ഇരിക്കുക. ചേച്ചീൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഓല തറവാട്ടിൽ തന്നെ ഒരു ചാമ്പയ്ക്ക മരത്തുമ്പോൾ നിറച്ച് ചാമ്പയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ചേച്ചിയുടെ മോന് പോയിട്ട് പൊട്ടിച്ച് കൊണ്ടുവന്നു. അങ്ങനെ കുറേ കഴിച്ച് ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടാ. കാരണം അത് റയർ പീസല്ലേ ഈ ചാമ്പയ്ക്ക എന്ന് പറഞ്ഞാൽ. മഴ പെയ്ത് കഴിഞ്ഞാൽ പൊതുവേ ചാമ്പയ്ക്കൊക്കെ മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ആദ്യം മോൻ അവിടെ നായക്കൂട് കണ്ടപ്പോൾ നായക്കൂടിൻ്റെ അടുത്ത് കുറേ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. പക്ഷേ അത്ര വലിയ ഇതൊന്നുമില്ല, പേടിയാണ്. അങ്ങനെ ഞങ്ങളെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബായ്.